ഓക്കെ, ലേറ്റായിട്ട് വന്നവർക്ക് ഐ എം സോറി, അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു വിഷ്വലൈസേഷൻ സെഷൻ. ഗുഡ് മോർണിംഗ്. ലേറ്റായിട്ട് വന്നവർ ക്ഷമിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ സെയിം വിഷ്വലൈസേഷൻ വേറൊരു രീതിയിൽ തരാം. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തവർ ഉണ്ടായിരുന്നവർ ആരെങ്കിലും ഒന്ന് ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് എന്ത് ഫീൽ ചെയ്തു ഒന്ന് ഷെയർ ചെയ്യാമോ? എന്നിട്ട് നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഒരാൾ. എന്തോ? അതെ അതെ. ആ ഞാൻ മ്യൂട്ട് ചെയ്യാം. ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊന്ന് പറയാമോ? യെസ് സജന, മോർണിംഗ്. കാംനെസ് ആയിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് ഇപ്പോഴും ആ മൈൻഡിനുള്ളിൽ ആ കാംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പറായിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് still I can feel more. താങ്ക് യു സജന, താങ്ക് യു സോ മച്ച്. Thank ഫീലിംഗ് you ഇസ് so much. എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. ഫീലിംഗ് ഈസ് എവറിത്തിങ്. ഫീലിംഗ് ഈസ് എനർജി. എവറിത്തിങ് ഈസ് എനർജി. തോട്ട് ക്രിയേറ്റ് ഫീലിംഗ് ആൻഡ് ഇമോഷൻ. അത് തന്നെയാണ് നമ്മളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫീലിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫിനാൻഷ്യൽ ഫ്രീഡം റോഡ് മാപ്പാണ്. അതിലേക്ക് പോകാം. സോ ഫിനാൻഷ്യൽ ഫ്രീഡം റോഡ് മാപ്പ്, അതിനകത്ത് നമ്മൾ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് പറയുന്നുണ്ട്. പിന്നെ ആ റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഫിനാൻഷ്യൽ ഫ്രീഡം ഇറ്റ്സ് എ ബർത്ത് റൈറ്റ്. എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിനുള്ള ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇച്ഛാശക്തി എല്ലാം നമ്മളിൽ ഇൻബിൽറ്റ് ആണ്. മനുഷ്യരിൽ ഇതെല്ലാം ഉണ്ട്. അപ്പം ഇത് കുറച്ച് പേർക്ക് മാത്രമാണുള്ളത് എന്നുള്ളത് മിത്താണ്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. എൻ്റെ ആൻസിസ്റ്റേഴ്സ് ഒന്നും വലിയ മില്യനേഴ്സ് ആയിരുന്നില്ലല്ലോ, പക്ഷെ എനിക്ക് പറ്റില്ല. അത് വെറും ഒരു ധാരണയാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് ആർ റൈറ്റ്. ഇതൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ബിൽഡിങ് ലാസ്റ്റിംഗ് വെൽത്ത് ഹാബിറ്റ് ആൻഡ് മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് വേണം. ചില ഹാബിറ്റ്സ്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് വേണം. അപ്പം ഇത് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ സർപ്ലസ് ആയിട്ടുള്ള പാസീവ് ഇൻകം നമ്മളുടെ ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകുന്നതിന് നമ്മൾക്ക് ഡെയിലി, അതായത് ഇപ്പോൾ ഒരു ഡെയിലി യൂസിന് വേണ്ടി നമ്മൾ കാശുണ്ടാക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് കാശുണ്ടാക്കി ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ദിവസത്തെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസത്തെയും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുന്നു. അത് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല. പൈസ ഉണ്ടാക്കുന്നു, ജീവിക്കുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മളിലേക്ക് കാശുണ്ടാകുന്നു. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മളിലേക്ക് കാശ് വരുന്ന ഒരവസ്ഥയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു മണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സ്ട്രെസ് ഇല്ലാതെ, മണിയെക്കുറിച്ച് ഓർക്കുമ്പം പ്രത്യേകിച്ച് സന്തോഷമല്ലാത്ത വേറൊരു വികാരവും ഇല്ലാതെ കോൺഫിഡൻസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മില്യൺസ്. ഒരുപാട് കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വരണമെന്നില്ല. അത് നമ്മളെ ലൈഫ് സ്റ്റൈലിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിനാൻഷ്യൽ സെറ്റ് പോയിന്റുമായിട്ട് ഇത് ഓൾവേസ് കണക്ട് ചെയ്തിരിക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പം മന്ത്ലി ഒരു 50,000 50,000 രൂപ കിട്ടി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് കഴിഞ്ഞിട്ടൊരു 10,000 ഒക്കെ നമുക്ക് ബാലൻസ് ബാക്കി എല്ലാ മാസവും വരുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ അത് അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, അവരുടെ ഡിസേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം 5 CR എങ്കിലും ബാലൻസ് എപ്പോഴും ബാങ്കിൽ കിടന്നാലേ എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കണമെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സെറ്റ് പോയിന്റ് അവിടെയാണ്.
സോ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്. ഫ്രീഡം, എന്നിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരാം. ഫ്രീഡം എന്ന് പറയുന്ന ടൈം, സമയം, നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് സമയം ഉപയോഗിക്കാൻ, സമയം എൻജോയ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടോ? ടൈമിൽ ഫ്രീഡം വേണം. രണ്ട്, മണിയിൽ ഫ്രീഡം വേണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പ്രൈസ് ലിസ്റ്റ് നോക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കാതെ വാങ്ങാൻ കഴിയണം. മണി ഒരു കൺസ്ട്രെയിൻ ആകാതെ മണി സ്പെൻഡ് ചെയ്യാൻ പറ്റണം, എങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. മണിയെക്കുറിച്ചൊരു വേവലാതി വരാതെ, ഒരു ഫിയർ ഇല്ലാതെ മണി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അതേപോലെ ചോയ്സസ്, അവിടെ നമുക്ക് ഫ്രീഡം വേണം. തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഒരു ട്രാവൽ പോകുന്നു, അത് ഏത് അതായത് ബൈ റോഡാണോ, ബൈ എയർ ആണോ, ബൈ ട്രെയിൻ ആണോ, ബൈ കാറാണോ, എങ്കിൽ ഏതെല്ലാം ഫെസിലിറ്റീസ്, ഒരു സ്റ്റേ എടുക്കുന്നു, എങ്ങനെയുള്ള ഫെസിലിറ്റീസ് ചൂസ് ചെയ്യണം, അത് നമ്മളുടെ ഒരു ചോയ്സാണ്. ഇപ്പം മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലുള്ള വീട് ഇപ്പം പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പം ഏപ്രിൽ ഇപ്പോൾ സോഫ്റ്റ് ബുക്കിംഗ് ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത മാസം തൊട്ട് മമ്മൂട്ടി ഉപയോഗിച്ച ബെഡ്റൂം, മമ്മൂട്ടി ഇരുന്ന ഇറ്റാലിയൻ സെറ്റി, മമ്മൂട്ടി കഴിച്ച ഡൈനിങ് ടേബിൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഡൈനിങ് ടേബിൾ, മമ്മൂട്ടി കണ്ട ഹോം തിയേറ്റർ, ഇപ്പം ദുൽഖർ സൽമാനോടൊപ്പം ചില്ല് ചെയ്ത റൂം, ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 നില കെട്ടിടം, പനമ്പള്ളി നഗറിലുള്ള 3 നില കെട്ടിടം പബ്ലിക്കിന് വേണ്ടിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഹോം സ്റ്റേ എന്ന് പറയുന്ന രീതിയിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുത്തു. ഹൈലി ലക്ഷൂറിയസ്. ചിലപ്പോൾ അത് ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ചില ആളുകളുടെ ഒരു ചോയ്സാണ്. അത് ചൂസ് ചെയ്യണമെങ്കിൽ മണി നമുക്ക് ബേർഡൻ ആകുകയാണെങ്കിൽ അവിടെ ആ ചോയ്സിൻ്റെ ഫ്രീഡം ഇല്ല. ഇപ്പോൾ ഒരു ആഡംബര കപ്പലിൽ പോയിട്ട് 2 ദിവസം സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 5 days ആഡംബര കപ്പൽ യാത്ര, അതൊരു ചോയ്സാണ്. ആ ചോയ്സ് എടുക്കാൻ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ ആ ചോയ്സിൻ്റെ ഫ്രീഡം എനിക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഫിനാൻഷ്യൽ ഫ്രീഡവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് പീസ് ഓഫ് മൈൻഡ്, ഓഫ് കോഴ്സ് പീസ് ഓഫ് മൈൻഡ്. നമുക്കറിയാലോ, ഇപ്പം നമ്മളോടൊത്ത് ഒരാൾ വന്നിട്ട് ഇപ്പം ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അവർക്കൊരു വലിയൊരു എമൗണ്ട് കൊടുക്കാൻ അവർ നീഡി ആയിട്ടുള്ളൊരു സമയമാണ്. ചിലപ്പോൾ ഇപ്പോൾ ഒരു സർജറി അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൽ ആയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അപ്പോൾ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആകാം, റിലേറ്റീവ് ആവാം, അപ്പം നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് കൊടുക്കാൻ പറ്റിയില്ല, അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം പോകും ഉറപ്പായിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരു എഡ്യൂക്കേഷൻ വരുന്നു, അവിടെ ഹയർ എഡ്യൂക്കേഷന് പുറത്തു പോയി പഠിക്കണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നു, നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, പീസ് ഓഫ് മൈൻഡ് പോവും. അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് ആർക്കെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരുന്നു, കണ്ടിജൻസി വരുന്നു, അവിടെ നമുക്ക് പൈസ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് പോകും. അപ്പോൾ ഇത് ടൈം, മണി, ചോയ്സ്, പീസ് ഓഫ് മൈൻഡ്, ഇതെല്ലാം ഈ ഫ്രീഡം എല്ലാം ഫിനാൻഷ്യൽ ഫ്രീഡവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകളും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത്? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മളുടെ ഏർലി കണ്ടീഷനിങ്, മണി സ്റ്റോറീസ്. പക്ഷേ എനിക്ക് ഈ ഏർലി കണ്ടീഷനിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ചൈൽഡ്ഹുഡ് കണ്ടീഷൻ ചെയ്ത ആൾക്കാർ തന്നെ ഒരേപോലെ സാഹചര്യത്തിൽ ജീവിച്ച 2 പേര്, ആ 2 പേരും ലൈഫിനെ ചിലപ്പോൾ ഒരാൾ ഈ ക്രൈസിസ് കൊണ്ട് നന്നായവരാണ് ധാരാളം ഉള്ളത്. ഈ ക്രൈസിസ് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നത് ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ഇത് ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരെയും എടുത്താൽ അവരുടെയൊക്കെ ചൈൽഡ്ഹുഡ് പ്രശ്നമായിരുന്നു. ഈ ചൈൽഡ്ഹുഡ് പ്രശ്നം ഒന്ന് പറഞ്ഞ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തില്ല, എനിക്കത് കിട്ടിയില്ല എന്ന് പറയുന്നത് നമ്മളോട് ചെയ്യുന്ന അനീതിയാണ്. നമ്മൾ ഒരിക്കലും ഇനി അത് നിങ്ങൾക്ക് അവകാശം അറിയുന്നവർക്കോ ആരെങ്കിലും ഇത് പറയണമെങ്കിൽ അത് ലേസിനെസ്സാണ്, മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. അത് നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് നിങ്ങളോട് തന്നെ പറയുന്നതാണ്. നിങ്ങളെ കംഫർട്ട് സോൺ പുഷ് ചെയ്ത്, നിങ്ങളെ ലിമിറ്റിനെ പുഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട്, നിങ്ങൾ ഈ സേഫ് ആയിട്ടുള്ള ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഓക്കെ ആയതുകൊണ്ടാണ്.
അല്ലാതെ ഒരിക്കലും എനിക്ക് അങ്ങനെ കിട്ടിയില്ല, എൻ്റെ പാരൻസ് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുന്ന നിമിഷമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മളിലാണ്. അത് ആദ്യം നമ്മൾ ചിന്തിക്കണം. എൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് നമ്മൾ ഇനി ചിന്തിക്കാനേ പാടില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും ചൈൽഡ്ഹുഡ് ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് നിറഞ്ഞവരാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഫയർ ആക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റോറീസിനൊക്കെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ എപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഒരെണ്ണം വെച്ചുകൊണ്ട് വേറൊന്നും നേടാൻ പറ്റില്ല. നമുക്ക് നേടാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളിൽ എന്തൊക്കെയോ ഇവിടെ ഇരിക്കുന്നു. അതിനെ പുറം തള്ളിക്കളയാൻ നമ്മൾ തയ്യാറല്ല. എല്ലാത്തിനും സ്പേസ് വേണം ലോകത്ത്. ഇവിടെ വരേണ്ട ചില കാര്യങ്ങൾ, എനിക്ക് പുതിയതായിട്ട് കിട്ടേണ്ട ചില കാര്യങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഇരിക്കുന്ന ആവശ്യമില്ലാത്ത ചിലതെടുത്ത് കളയണം. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാനില്ല. ഇപ്പം നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏത് രാജ്യം പറയാം, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇപ്പം സിംഗപ്പൂർ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. പ്ലെയിനിൽ നമ്മൾ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സിംഗപ്പൂർ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ നമ്മൾ കയറി യാത്ര ചെയ്യാണ്. ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞാലേ സിംഗപ്പൂരിനെ എംബ്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യ അവിടെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് സിംഗപ്പൂരിനെ നേടണമെങ്കിൽ. ചിലത് നേടണമെങ്കിൽ ചിലത് നഷ്ടപ്പെടുത്തിയേ പറ്റുള്ളൂ. പലപ്പോഴും നമ്മളിരിക്കുന്ന നമ്മുടേതായ സ്പേസിൽ നമ്മളിവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഇമോഷൻസ് ഉണ്ടാകാം, കുറേ ബിഹേവിയേഴ്സ് ഉണ്ടാകാം, ചില തോട്ട്സ് ഉണ്ടാകാം, ചില എക്സ്പീരിയൻസ് ഉണ്ടാകാം, ചില ഫീലിങ്സ് ഉണ്ടാകാം. ഇത് കാരണം നമുക്ക് വേണ്ടതിനെ ഇവിടെ വെക്കാൻ പറ്റുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ചുവട് വെച്ചിട്ട് അടുത്ത ചുവട് വേണമെങ്കിൽ ഈ ഇപ്പൊ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇല്ല ഇപ്പോൾ ആ അടുത്ത സ്റ്റെപ്പ് നിങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഉപേക്ഷിക്കണം. സിമ്പിൾ എക്സാമ്പിൾ അല്ലേ അത്? അത് ഉപേക്ഷിച്ചുണ്ടെങ്കിലേ നമുക്ക് അടുത്ത് കിട്ടും. ഇപ്പോൾ നോർമലി നമ്മൾ പറയാറുണ്ട്, ഒരാള് ദൈവത്തിൽ ഇതൊരു മെറ്റഫറാണ്. ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ചോദിച്ചു, പിന്നെ ദൈവത്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് അങ്ങയോട് എനിക്കൊരു കാര്യം ചോദിക്കണം. അപ്പോൾ ചോദിച്ചു, എന്താണ് നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കൂ. എനിക്ക് 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? സന്തോഷം, സമാധാനം, സംതൃപ്തി. ഇത് 3 എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഇത് 3 ആണ് എനിക്ക് ആവശ്യം. ഇത് 3 കിട്ടിയാൽ മതി. അപ്പൊ ദൈവം പറഞ്ഞത്, ഇത് 3 സീഡ്സ് ആണ്. ഇത് 3 നീ ഇപ്പൊ ചോദിക്കുന്നത്, ഇത് 3 സീഡ്സ് അല്ല, പഴങ്ങളാണ്, ഫ്രൂട്ടാണ്, അല്ലെങ്കിൽ എൻഡ് റിസൾട്ടാണ് ഫ്രൂട്ട്. പക്ഷെ നീ ഡയറക്റ്റായിട്ട് ഇത് നിനക്ക് ലഭിക്കില്ല. പകരം നിന്നിൽ തന്നെ ഞാൻ ആ സീഡ്സ് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇച്ഛാശക്തി, ക്രിയാശക്തി, ആജ്ഞാശക്തി എന്നൊക്കെ പറയുന്ന ശക്തികൾ. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. നീ ആദ്യം ആ സീഡ്സ് ഉപയോഗിച്ച് ഈ ഫലത്തെ കൊയ്യുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് നമുക്കുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാതെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ ആ കാത്തിരിപ്പിന് വിരാമം ഇടണേ. ഇന്ന് മുതൽ ഇനി ഒരിക്കൽ പോലെ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറല്ല. ലെറ്റ്സ് ഡു. ഇവിടെ ആക്ഷനാണ് പ്രധാനം. നമുക്ക് വേണ്ട ഈ ഡിറ്റാച്ച് ചെയ്യാനുള്ളതെല്ലാം ആദ്യം തന്നെ ഡിറ്റാച്ച് ചെയ്ത് കളയുക. അപ്പം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കണം എന്തൊക്കെയാണ് ഡിറ്റാച്ച് ചെയ്ത് മാറ്റാനുള്ളതെന്ന്. നേരത്തെയൊക്കെ പണ്ട് ആളുകൾ ഈ ഒരു ഏജ് കഴിയുമ്പോൾ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ കാശി യാത്രയ്ക്ക് പോകും, തിരിച്ചു വരാത്തൊരു കാശി യാത്ര, അല്ലെങ്കിൽ വീടുകളിൽ തന്നെ രാമായണം അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ ബൈബിളൊക്കെ വായിച്ചുകൊണ്ട് മെൻ്റലി പ്രിപ്പറേഷൻ എടുക്കും. അതൊരു വിസ്ഡമാണ്. കാരണം ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നിന്ന് ഞാൻ മരണത്തിലേക്ക് ഇതിനെ ഡിറ്റാച്ച് ചെയ്തു ഞാൻ അടുത്ത അല്ലെങ്കിൽ മരണത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഞാൻ തയ്യാറാണുള്ള പ്രിപ്പറേഷൻ. പക്ഷെ ഇന്നാണെങ്കിൽ 90 ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, 90 വയസ്സുള്ള ഭർത്താവ് 85 വയസ്സുള്ള ഭാര്യയെ വെട്ടിയെന്ന്. അവിടെ എന്താണ് വരുന്നത്? സ്വാർത്ഥതയാണ്. അറ്റാച്ച്മെന്റ് ടു ലീഫ്, അറ്റാച്ച്മെന്റ് ടു ഇങ്ങനെ പിടിച്ചടക്കാനുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് എല്ലാവർക്കും. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നു. അപ്പം ഈ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യണം. ബിലീഫിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ്,
നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പഴി പറയാനും പാടില്ല. ദെൻ നമ്മൾ കളയാനുള്ള സ്കേഴ്സിറ്റി തിങ്കിങ് പാറ്റേൺ ആണ്. ഈ തിങ്കിങ്ങിൽ സ്കേഴ്സിറ്റി, ഞാൻ മുമ്പൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിങ്കിങ്ങിൽ എപ്പോഴും നമ്മൾ അബൻഡൻസ് കൊണ്ടുവരണം. തിങ്കിങ്ങിൽ അബൻഡൻസ് നിർബന്ധമായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ചിന്തകളിൽ നമ്മളിപ്പോൾ നമ്മളൊരു ഇൻറ്റൻഷൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ എവരി ഡേ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ വെച്ചിട്ട് നിങ്ങൾ ഇൻറ്റൻഷൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ സ്കേഴ്സിറ്റി തോട്ട്സ് അല്ല കൊണ്ടുവരണം. തോട്ട്സിൽ എപ്പോഴും നമ്മൾ അബൻഡൻസ് കൊണ്ടുവരണം. തോട്ട്സിൽ എപ്പോഴും അബൻഡൻസ്, മാക്സിമം അബൻഡൻസ് തോട്ട്സ് കൊണ്ടുവരണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കാണുന്ന ആളുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന അറ്റയർ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം, ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിനെ ഫെമിലിയർ ആക്കിക്കൊണ്ടേയിരിക്കണം. ആ എക്സ്പീരിയൻസ് മനസ്സിനെ ഫെമിലിയർ ആക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് നമുക്ക് സ്കേഴ്സിറ്റി തോട്ട്സ് അവോയ്ഡ് ചെയ്യണം. ഇത് ആളുകൾക്കുണ്ടാകുന്ന ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാനുള്ള വേറൊരു കാരണം, തോട്ട്സിൽ എപ്പോഴും സ്കേഴ്സിറ്റി കൊണ്ടുവരും, എന്നിട്ട് അബൻഡൻസ് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യും. ഡിസയർ ഭയങ്കരമായിരിക്കും, പക്ഷെ തോട്ട്സ് ഇതുമായിട്ട് ഒട്ടും മാച്ച് അല്ല. ഇപ്പം സ്കേഴ്സിറ്റി തോട്ട്സിനെ ഡിറ്റാച്ച് ചെയ്ത് ആ പാറ്റേൺ തന്നെ, സ്കേഴ്സിറ്റി തിങ്കിങ് പാറ്റേൺ നമ്മളെടുത്ത് കളയണം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സ്കേഴ്സിറ്റി ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാൽ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റിലാണ്. ഫ്യൂച്ചർ പ്രസൻറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മൊമെൻറ്റിൽ തൊട്ട് നമുക്ക് ഓരോ മൊമെൻറ്റും ക്രിയേഷനാണ്. ഓരോ മൊമെൻറ്റും നമുക്ക് തരുന്ന ദ പവർ ഓഫ് ക്രിയേഷൻ ആണ് ഓരോ മൊമെൻറ്റും. ആ പവർ ഓഫ് ക്രിയേഷൻ ഓരോ തോട്ട്സിലും വരുന്നു. ആ തോട്ട്സ് അബൻഡൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് പാറ്റേൺ ഫിനാൻഷ്യൽ സ്ട്രഗിൾ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യണം. മൂന്നാമത്തത്, ഫിയർ ഓഫ് ടേക്കിംഗ് കാൽക്കുലേറ്റഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാത്തതിൻ്റെ മൂന്നാമത്തെ റീസണാണ് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ നമുക്ക് പേടിയാണ്. എസ്പെഷ്യലി ഫിനാൻഷ്യൽ റിസ്ക് എടുക്കാൻ. അതിന് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചെറിയ ഫിനാൻഷ്യൽ റിസ്കുകൾ നമ്മൾ എടുക്കണമെന്ന് ഞാൻ പറയും. ഫിനാൻഷ്യൽ റിസ്ക് അത് റിസ്ക് ആണെന്ന് പോലും ചിന്തിക്കരുത്. ഫിനാൻഷ്യലി നമുക്ക് എടുക്കാൻ പറ്റുന്ന, നമ്മൾ ഫിനാൻഷ്യൽ കംഫർട്ട് സോൺ ഉണ്ട്, അതിനെ നമ്മൾ പുഷ് ചെയ്യണം. എല്ലാ ഏരിയയിലും കംഫർട്ട് സോൺ ഉണ്ട് കേട്ടോ, എല്ലാ ഏരിയയിലും കംഫർട്ട് സോൺ. 23 ഡേയ്സ് ബ്രേക്ക് ത്രൂ ചലഞ്ച് എന്ന് പറഞ്ഞ് ഒരു ഫ്രീ സെഷൻസ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആരെങ്കിലും ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. ഇറ്റ്സ് ഓൾ എബൌട്ട് പുഷ് യുവർ ലിമിറ്റ്സ്. ഈ 23 എന്ന് പറഞ്ഞത് തന്നെ 21 എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാനാണ് ആ പേരിട്ടത് പോലും. 23 ഡേയ്സ് നമ്മളെല്ലാവരും പറയും 21 ആണ്, അതൊരു പാറ്റേണായി മാറി. അതിനെ ലിമിറ്റ് ചെയ്യാനാണ് ഞാൻ 23 എന്നിട്ട്. അപ്പോൾ 23 ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക. ലിമിറ്റിംഗ് ബിലീഫ്സ് മാത്രമേ, കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക. ഫിനാൻഷ്യൽ കംഫർട്ട് സോൺ ഉണ്ട്, റിലേഷൻഷിപ്പ് കംഫർട്ട് സോൺ ഉണ്ട്, നമ്മളുടെ തോട്ടിൻ്റെ പാർട്ടിലുള്ള കംഫർട്ട് സോൺ ഉണ്ട്, ആക്ഷൻ ഉണ്ട്. എല്ലാ ഏരിയയിലും ഉള്ള കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് എൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി. എത്ര പേര്, അത് അബ്സല്യൂട്ട്ലി ഫ്രീ പ്രോഗ്രാമാണ്. അത് എത്ര പേര് ജോയിൻ ചെയ്തു? ഇതിനകത്ത് ജോയിൻ ചെയ്യാത്ത എത്ര പേരുണ്ട്? യെസ്, ബക്കർ ജോയിൻ ചെയ്ത് ഞാൻ കണ്ടു. ജോയിൻ ചെയ്യാത്ത എത്ര പേരുണ്ട്? ജാൻസി ജോയിൻ ചെയ്തു, ഞാൻ കണ്ടു. ലിസ്റ്റ് മാം, അത് വേറെ ഗ്രൂപ്പാണോ? യെസ്, വേറെ ഗ്രൂപ്പാണ്. ലിങ്ക് ഇവിടെ രേഷ്മ ഈ ഗ്രൂപ്പിലിടും, ജോയിൻ ചെയ്യാം. അതിനകത്ത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല പെർഫോമറിന് 12-ാം തീയതി മാരിയോട്ടിൽ വരുന്ന പ്രോഗ്രാമിൽ ഫ്രീ ആണ്, VIP ടിക്കറ്റ്, ഫ്രീ ടിക്കറ്റ് കിട്ടും. ഏറ്റവും നല്ല ആദ്യത്തെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടാണ്. അത് ആക്ടിവിറ്റി തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഇന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതിനകത്തുള്ള നിബന്ധന, ജീവിതത്തിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ജോയിൻ ചെയ്ത്, ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്നവർ, മാറ്റത്തെ സീരിയസ് ആയിട്ട് കാണുന്നവർ മാത്രം. എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ വേറൊരു അനൗൺസ്മെൻ്റ് കൂടെ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ പറയുകയാണ്. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥാപനം ആലപ്പുഴയിലുള്ളത് കൊണ്ടും എൻ്റെ ബ്രാൻഡിങ് അവർക്കാണ് കൂടുതൽ പോകുന്നതെന്ന് ഞാൻ റിയലൈസ് ചെയ്തതുകൊണ്ടും, എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടും, അവരതിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടും, എന്നാൽ അവരെടുത്തോട്ടെ ആ പേരെന്ന് പറഞ്ഞിട്ട് ഞാൻ
വിട്ടുകൊടുക്കാൻ തയ്യാറായതുകൊണ്ട് ഞാൻ എൻ്റെ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് എന്നുള്ള പേര് മാറ്റിയിട്ട് അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞൊരു പുതിയ ഇത് സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ പ്രോസസ്സിലാണ്. അത് പുതിയ രീതിയിലേക്ക് അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസ് വരുന്നു. അപ്പോൾ ഇതെല്ലാം ഇനി അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസിലാണ് വരുന്നത്. അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ കോറായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെ നാല് സി ആണ് ഞാൻ പറയുന്നത്. ഒന്ന്, അക്കാഡമിയിൽ വരുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നവർക്ക് ക്ലാരിറ്റി തോട്ട്സ്, ആക്ഷൻ, എല്ലാത്തിലും ക്ലാരിറ്റി, ഡിസയേഴ്സ്, ഗോൾസ്, എല്ലാത്തിലും ക്ലാരിറ്റി. രണ്ട്, കറേജ്, അവർക്ക് അത് നേടിയെടുക്കാനുള്ള ഒരു കറേജ് കിട്ടുന്ന രീതിയിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുക. മൂന്ന്, കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് സക്സസ്സിലേക്ക് എത്തണം. നാല്, ചേഞ്ച്. ഇത് മൂന്നും വരുമ്പോൾ നാലാമത്തെ ചേഞ്ചിലേക്ക് വരും. ഈ 4 Cയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അക്കാഡമി ഓഫ് ലൈഫ് സ്കിൽസ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു പുതിയ അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോഗ്രാമാണ് 23 days ഫ്രീ വെബിനാർ. അപ്പം അതിലേക്ക് അത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതാണ്. റിസ്ക് എടുക്കാൻ എങ്ങനെയാണെന്ന് അവിടെ റിസ്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. റിസ്ക് സത്യം പറഞ്ഞാൽ ലൈഫിൽ റിസ്ക് എടുക്കണം എന്ന് ഞാൻ പറയും. അത് എല്ലാ ഏരിയയിലും റിസ്ക് എടുക്കുക. ഈ റിസ്ക് ആണ് നമ്മളെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് നമ്മളെ കൊണ്ടുവിടുന്നത്. പുതിയ ചിന്തകൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നത് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ്. ചിന്തകളിലൂടെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും. സോ ഫിനാൻഷ്യൽ റിസ്ക് എടുക്കുക, അത് ഫിനാൻഷ്യൽ ഏരിയയിൽ നമുക്ക് റിസ്ക് എടുക്കുക. ദെൻ വേറൊരു പ്രശ്നം വരുന്നത് ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ് ആൻഡ് ഡിസിപ്ലിൻ. നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, ഗോളിലൊന്നും ക്ലാരിറ്റി, ഫിനാൻഷ്യൽ ഗോളിൽ ക്ലാരിറ്റി. എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം, ഒരിക്കലും അത് വർക്കാവത്തില്ല. അവിടെ ക്ലാരിറ്റി വേണം. നമ്മൾ പറയില്ല, സ്മാർട്ടായിരിക്കണം. അവിടെ സ്പെസിഫിക്, മെഷറബിൾ, റിയലിസ്റ്റിക്, ടൈം ബോണ്ടഡ് ആൻഡ് അറ്റൈനബിൾ ഒക്കെ ആയിരിക്കണം. ആ ക്ലാരിറ്റി മസ്റ്റാണ്. ക്ലാരിറ്റി ഈസ് ദ മദർ ഓഫ് സക്സസ് എന്ന് പറയാം. ക്ലാരിറ്റി ഈസ് ദ DNA ഓഫ് സക്സസ് എന്ന് പറയാം. ആളുകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാതെ ഫിനാൻഷ്യൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. എന്തെനിക്ക് വേണം, അത് നമ്മൾ ഈ എന്ത് വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ക്ലാരിറ്റി കൊടുക്കുന്നത് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻറ്റൻഷനാണ്. അത് നമ്മൾക്ക് ആ ഒരു എനർജി കൊടുത്താലാണ് ആ എനർജി തിരിച്ചു വരിക. യൂണിവേഴ്സിൽ നിന്ന് നമുക്കത് ലഭിക്കണമെങ്കിൽ ആ തരത്തിലുള്ള എനർജി കൊടുക്കണം. ആ എനർജി കൊടുക്കണമെങ്കിൽ ആ തോട്ടിന് ക്ലാരിറ്റി വേണം. അത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് അടുത്തൊരു പ്രശ്നം. ഗോളിലും ഡിസിപ്ലിനിലും ഒന്നും ക്ലാരിറ്റി ഇല്ല. അടുത്തൊരു ഇഷ്യൂ, ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം സെൽഫ് സബോട്ടേജ് ഡ്യൂ ടു സബ് കോൺഷ്യസ് മണി സീലിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ മണി സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സെറ്റ് പോയിന്റ് ആണ്. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സെറ്റ് പോയിന്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ആ സീലിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പോകണം, അത് പൊളിച്ചു കളയണം. നമുക്ക് എത്ര വേണമെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾക്കുണ്ട്. അതെല്ലാം പൊളിച്ചു കളയും. ഈ ഇത്രയും ഒരു 4-5 കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കെട്ടുകൾ നമ്മൾ തന്നെ അഴിച്ചു മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം. 5 stages ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം റോഡ് മാപ്പിൽ. 5 stages പറയുന്നുണ്ട്. ആ 5 stages ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഗോൾ ആണ്. നമ്മളുടെ ഫിനാൻഷ്യൽ ഗോളിന് 100% ക്ലാരിറ്റി വേണം. ഡിഫൈൻ വാട്ട് ഫ്രീഡം മീൻസ് പേഴ്സണലി. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോരുത്തർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം വ്യത്യസ്തമാണ്. എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് എൻ്റെ ഡെഫിനിഷനാണ്. ആ ഫസ്റ്റ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താം. അതാണ് അവിടുത്തെ ക്ലാരിറ്റി. എൻ്റെ ലൈഫ് ഫിനാൻഷ്യലി ഫ്രീഡം ആകണമെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ വേണം, അസറ്റ്സ് എന്തൊക്കെ വേണം, ബാങ്ക് ബാലൻസ് എന്തൊക്കെ വേണം, എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ള ക്ലാരിറ്റി വേണം. രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത് നമ്മൾ ചെയ്യാനുള്ളത് ആ പേഴ്സണൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് ഒരു നമ്പർ കൊടുക്കണം. ആ നമ്പർ കൊടുക്കുക. നമുക്ക് കാണുന്നതിനെയും ഈ നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ അത് പേപ്പറിലാക്കും. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള, നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളിൽ നിന്ന് എടുത്തു കളയാനും പറ്റൂ, നമുക്ക് നേടിയെടുക്കാനും പറ്റുള്ളൂ.
അതുകൊണ്ടാണ് നമ്മൾ ഇമോഷൻസിനെ കാണാൻ പറയുന്നത്, അതിന് നമ്പർ കൊടുക്കാം, ക്വാണ്ടിഫൈ ചെയ്യാൻ പറയുന്നത്. ഈ ക്വാണ്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് വളരുന്നത്. ക്വാണ്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് എനർജി ഉള്ളത്. നമ്മൾ എഴുതി പേപ്പറിലാക്കുമ്പോഴാണ് അതിന് ലൈഫ് വരുന്നത്. ആ എഴുത്തിലൂടെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നത്. ഓ, ഇതെനിക്ക് വേണം. മനസ്സിലെ അറിയില്ല. ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ആയുധമാണേ. മനസ്സിൻ്റെ ആയുധമാണ് ആഗ്രഹം. ആഗ്രഹം മനസ്സിൽ വരും. പക്ഷെ അത് നേടിയെടുക്കണമെങ്കിൽ ബുദ്ധി വിചാരിക്കണം. അത് ബ്രെയിനിന് അത് കിട്ടണമെങ്കിൽ നമ്മളത് എഴുതണം. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്കിലൂടെ നമ്മൾ എഴുതുമ്പോഴാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന. അതിന് നമുക്ക് ബുദ്ധിയുടെ ആയുധം, ബുദ്ധിയുടെ ഇന്റലക്ച്വൽ എന്ന് പറയുന്നത്, ഇന്റലക്ച്വലിൻ്റെ ആയുധം അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസാണ്, അതിന് വേണ്ടിയിട്ടുള്ള അറിവാണ്. ഇത് വന്നാൽ മാത്രമേ നമുക്കിത് വർക്കാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങൾ എഴുതണമെന്ന് പറയുന്നത്, അതിനെ ക്വാണ്ടിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ നമ്പർ എത്രയാണെന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് അതൊന്ന് എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒറ്റ സെക്കൻഡേ. നെക്സ്റ്റ്, മൂന്നാമത്തത്, ഈ ക്ലാരിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഗോൾസിൽ ഫസ്റ്റ് സ്റ്റേജിലെ മൂന്നാമത്തെ പോയിന്റാണ് പറയുന്നത്. ഐഡന്റിഫൈ യുവർ ഐഡിയൽ ലൈഫ് സ്റ്റൈൽ കോസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് സൂപ്പർവാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വേണം, അതിന് ക്ലാരിറ്റി വരുത്തുക. അത് ഈ പറയുന്ന എല്ലാ ഫിനാൻഷ്യൽ ഗോളും ഓൾവേസ് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം, സ്മാർട്ട് ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഐഡിയൽ ലൈഫ് സ്റ്റൈൽ കോസ്റ്റ് എത്രയാണ് അത് ഐഡന്റിഫൈ ചെയ്യണം, അത് എഴുതണം. അത് ഇപ്പം നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്തിരുന്ന് വർക്ക് ചെയ്യണം. ഇതാണ് ക്ലാരിറ്റി. ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നും നമുക്ക് ഒരിക്കലും റീച്ച് ചെയ്യാൻ പറ്റില്ല. അത്രയും ഡീപ്പർ ലെവൽ ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. ദെൻ ഈ ഓരോന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും കീ ആയിട്ടുള്ളൊരു ഏരിയയാണ് അടുത്തത്. ഈച്ച് ഇമോഷണൽ അറ്റാച്ച് ഈച്ച് ഏരിയയിലും നമ്മൾ എഴുതുന്ന ഓരോന്നിലും നമ്മൾ ഇമോഷണലി ആങ്കർ ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഐഡിയൽ ലൈഫ് സ്റ്റൈലിന് എത്ര രൂപ വേണം, എന്നിട്ട് ആ ഐഡിയൽ ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഫീലിങ്സ് ആങ്കർ ചെയ്യണം. ആ ജീവിതം നിങ്ങളുടെ ദ ബെസ്റ്റ് ലൈഫ്, ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളൊരു മാസം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ, ആ ജീവിതം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷനെ അറ്റാച്ച് ചെയ്ത് അതിനെ ആങ്കർ ചെയ്യണം. അങ്ങനെ ഓരോ ഗോളിലും ആ ഫ്രീഡം നമ്പർ, നമ്മൾ ആ പേഴ്സണൽ ഫിനാൻഷ്യൽ ഫ്രീഡം നമ്പർ പറഞ്ഞില്ല, ആ നമ്പർ എഴുതുമ്പം അത് എത്ര രൂപയാണ്, ആ എമൗണ്ട് കയ്യിലുണ്ടാകുമ്പോൾ നമ്മുടെ ഇമോഷൻ എന്താണോ അത് ഫീൽ ചെയ്യുക, ആങ്കർ ചെയ്യുക. ആങ്കർ എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക എന്നാണ് അർത്ഥം. അതിനെ നമ്മൾ എപ്പോഴും നമ്മൾ ആ ഇമോഷൻ, ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മളിരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഇമോഷൻ നമ്മളിൽ ഉണ്ടാകും. ജസ്റ്റ് ആ നമ്പർ കണ്ടാൽ മതി, ഇമോഷണലി ആങ്കർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ നമ്പറുകളെല്ലാം ഇങ്ങനെയുള്ളൊരു സാധനം, ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ ഒരു സംഭവം എടുത്ത് കാണുന്നുണ്ടല്ലോ, സ്റ്റിക്കി നോട്ട്, ആ നമ്പറിൽ എഴുതി നമ്മൾ കാണുന്നിടത്ത് എവിടെയെങ്കിലും വെക്കുക, അല്ലെങ്കിൽ കാർഡുകളിൽ എഴുതിയിട്ട് നമ്മുടെ വാലറ്റിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. ഇമോഷൻസ് ആങ്കർ ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ട് കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് വരും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ക്ലിയർ ആണോ? ആദ്യത്തെ സ്റ്റേജ് ക്ലിയർ ആണോ? ക്ലിയർ? ക്ലിയർ. യെസ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് 2, നമ്മൾ മണി മൈൻഡ് സെറ്റിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യണം. റീപ്രോഗ്രാമിംഗ് യുവർ മണി മൈൻഡ് സെറ്റ്. നമുക്കറിയാം
കുട്ടിക്കാലത്തുണ്ടായ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് ഉണ്ട്, സോഷ്യൽ പ്രോഗ്രാമിംഗ് ഉണ്ട്, ആൻസിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ള മണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ഈ സ്ക്രിപ്റ്റുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഡിറ്റാച്ച് ചെയ്താലേ നമുക്ക് പുതിയ എനർജി വന്നിരിക്കുകയുള്ളൂ. ഇതെല്ലാം കളഞ്ഞാലേ പുതിയ നമ്മളിലേക്ക് വരുള്ളൂ. ഇതെല്ലാം കളഞ്ഞാലേ പുതിയ നമ്മളിലേക്ക് വരുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ലിമിറ്റിംഗ് ബിലീഫ്സ്, മണിയുമായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് 1, 2, 3, 4, 5 എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നേരത്തെ ആ ഒരു സെഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സജിനിയുണ്ട് ഇവിടെ. നമ്മളത് ആ ഒരു പ്രോഗ്രാമിങ്ങിൽ മണി മാസ്റ്റർ പഠിച്ച എത്ര പേരുണ്ട്? സജിനിയുണ്ട്, വേറെ ആരുണ്ടെന്ന് എനിക്കറിയില്ല. യെസ്, അത് ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് കളഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമോ സജിനി? മണിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ മെച്ചപ്പെടുത്തിയ അനുഭവങ്ങൾ. ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് മണിയുമായിട്ട് ലിവിങ് ടുഗദറിന് പോയത്. യെസ്, അത് അത്ര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഡീപ്പ് ലെവലിൽ കണക്ട് ആകും. എന്ത് കാര്യം ചെയ്യുമ്പം എന്നെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നീ എന്റെ ആഗ്രഹങ്ങളൊക്കെ അറിഞ്ഞ് എന്റെ കൂടെ നിന്നല്ലോ എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത്ര ഡെപ്തിൽ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ലവിങ് ആയിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, ഗ്രാറ്റിറ്റ്യൂഡും ലവിന്റെയും കൂടെ ഒരു എന്താ ഡീപ്പ് ലെവൽ കണക്ഷൻ ആണ് ഒരു എക്സ്പീരിയൻസിലൂടെ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ഡ്രൈവ് ചെയ്യാനായിട്ട് വണ്ടി എടുക്കുമ്പം എന്റെ ഫ്രണ്ട് സീറ്റില് ആളെ ഇങ്ങനെ ഇരുത്തിയേക്കുക, എന്നിട്ട് ഇങ്ങനെ ഓർക്കുമ്പോ ഇങ്ങനെ സംസാരിക്കും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്തല്ലേ നീ. കാരണം എന്നെക്കാട്ടിലും മുന്നേ എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാലോ എന്നുള്ള ധൈര്യം എപ്പോഴും തരുന്ന, നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അത്രയും നമ്മുടെ ആ സെൽഫ് ലവും മണിയും കൂടെ ഒന്നാകുന്ന ഒരു ബോണ്ടിങ് അത്ര സ്ട്രോങ് ആവുന്ന ഒരു എക്സ്പീരിയൻസ്. അത് ആദ്യമാണ് കേട്ടോ, മാമിന്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഒരു ഐഡിയ കേട്ടതും. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ തന്ന ഒരു കോൺഫിഡൻസ്. മണിയെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതുമെന്ന് പറഞ്ഞാൽ ഇത്രയും ഡെപ്തിൽ നമുക്ക് അതിന്റെ കണക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. മണിയുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു റിലേഷൻ, മണിയുമായിട്ടുള്ള പ്രണയം, മണിയുമായിട്ടുള്ള ഒരു ജെല്ലിങ് നടക്കും. എനിവേ, ഏപ്രിൽ 12 പ്രോഗ്രാമിന് ഒരിക്കൽ കൂടി ഞാനത് വരുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് വിൽ ചേഞ്ച് യുവർ മണി കൺസെപ്റ്റ്. എൻ്റെ ലൈഫിൽ നിങ്ങൾ മണിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ ചേഞ്ച് ആവുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ ഷെയറിങ് സജിനി. വളരെ എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ നമ്മള് മനുഷ്യരെയും അത്രയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുകയാണ്. അതൊരു പുതിയൊരു സീഡാണ്. നമ്മുടെ പെർസെപ്ഷൻ, എൻ്റെ പെർസെപ്ഷൻ മാറും. നമ്മളെ കാണുന്ന കാഴ്ചപ്പാടുകൾ കംപ്ലീറ്റ് മാറും. നമ്മൾ ജീവിതത്തിനോട് കാണുന്ന, നമ്മൾ വ്യക്തികളോട് കാണുന്ന, അനുഭവങ്ങളോട് കാണുന്ന, മണിയോട് കാണുന്നത്, അപ്പോൾ നമ്മളെ റിനോവേറ്റ് ചെയ്യാൻ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു അടി കിട്ടുന്ന പോലെയാണ്. പലപ്പോഴും നമ്മളിൽ ട്രാൻസ്ഫർമേഷൻ വരുന്ന ചില അടികൾ കിട്ടുമ്പോഴാണ്. ചിലപ്പോൾ അത് ചുറ്റിക്കൊണ്ടുള്ള അടിയായിരിക്കും, പെയിൻ തരുന്നതായിരിക്കും. ചിലപ്പോൾ അപൂർവമായിട്ട് പ്ലഷർ തരുന്ന അനുഭവങ്ങൾ നമുക്ക് അടി കിട്ടാറുണ്ട്, നമുക്കൊരു മാറ്റം തരാറുണ്ട്. അപ്പം മണിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു സംഭവമായിരുന്നു അത് ആ ഒരു സാധനം. താങ്ക് യു സജിനി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അടുത്ത നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് നല്ല കണ്ടീഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, അതിനെ നമുക്ക് എങ്ങനെയാണെന്നുള്ള റീപ്രോഗ്രാമിംഗ് ചെയ്യുക. അതുപോലെ നമുക്ക് അതിന് വേണ്ടിയിട്ട് റീഫ്രെയിമിംഗ് ടെക്നിക്കുകളുണ്ട്. പഴയ വിശ്വാസങ്ങൾ എന്താണോ അതിൻ്റെ നേരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് വിശ്വാസങ്ങൾ. ഇപ്പോൾ ഒരു പഴയ വിശ്വാസം എഴുതുന്നു, പോസിറ്റീവ് വിശ്വാസം എഴുതുന്നു, പഴയ വിശ്വാസം എഴുതുന്നു, പോസിറ്റീവ് വിശ്വാസം എഴുതുന്നു, അങ്ങനെ റീഫ്രെയിം ചെയ്യണം. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെൽത്ത് അഫർമേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ എക്സസൈസ്, ഈ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകളാണ്. അപ്പോൾ ഇത് ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞു പോകണം. അതിൻ്റെ ഡീപ്പർ വേർഷനിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, കാരണം എന്നാലിത് കഴിയത്തില്ല. എങ്ങനെ നമുക്ക് അഫർമേഷൻ ചെയ്യാം, എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാം, അത് നമുക്ക് അടുത്ത അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അടുത്ത ഹയർ ലെവലിൽ നമ്മൾ പഠിക്കും, ഡീപ്പറായിട്ട് പഠിക്കും. ദെൻ സ്റ്റാർട്ട് മണി മൈൻഡ് സെറ്റ് ജേണൽ. ഇത് നമ്മൾ മണി മൈൻഡ് സെറ്റ് എഴുതുന്നൊരു ജേണൽ എഴുതി തുടങ്ങുക. അവിടെയാണ് നമ്മുടെ ന്യൂ ബിലീഫ്സ്, നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾഡ് ബിലീഫ്സ് എല്ലാം എഴുതിയിട്ട് അതിനെ റീഫ്രെയിം ചെയ്ത് പുതിയ ബിലീഫ്സ് ആക്കി പഴയതെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു. ദെൻ നമ്മൾ അഫർമേഷൻസ് യൂസ് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ടെക്നിക്കുകളോ റിച്വൽസ് യൂസ് ചെയ്യുന്നു. ദെൻ മണി മൈൻഡ് സെറ്റ് ജേണൽ എഴുതി നോക്കുക. ഇത് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മളെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റേജ് 3 എന്ന് പറയുന്നത്
ഇൻകം ഓപ്റ്റിമൈസേഷനാണ്. നമ്മൾ ഇൻകം മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീം കണ്ടുപിടിക്കണം. മണിയെ ലിവറേജ് ചെയ്യുന്നതിന് മൾട്ടിപ്പിൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം നമുക്ക് രണ്ട് രീതിയിലാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറച്ചുകൂടെ വലുതാക്കി ഇൻകം കൂട്ടാനുള്ള റവന്യൂ കൂട്ടാൻ ഉള്ളൊരു മെത്തേഡ്. അതിന് സെയിൽസ് കൂട്ടാം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് സർവീസ് ആണെങ്കിൽ അതിന് ഒന്നുകിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അതിൻ്റെ സെയിൽസ് കൂട്ടാം, ക്യാഷ് ഫ്ലോ കൂട്ടാം, റവന്യൂ കൂട്ടാം, അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കാം. ഇപ്പം ഏത് ഏരിയയിലാണ് എക്സ്പെൻസ് കൂടുതലുള്ളത് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാഷ്, നമുക്ക് കുറച്ച് ഇൻകം റവന്യൂ കൂട്ടാൻ പറ്റും. പക്ഷേ ഇതല്ലാതെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് അനദർ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീം സോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ലിവറേജ് ചെയ്യുക. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ന്യൂ ജനറേഷൻ ഇന്ന് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ്. ഗിഗ് ഇക്കോണമി എന്നൊക്കെ പറയുന്ന ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളുടെ ഇപ്പം ചെയ്യുന്ന ജോലിക്ക് പുറമെ കൂടാതെ നമ്മളെ പാഷനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബി, അതല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയിൽ നമുക്ക് ഇൻകം സ്ട്രീം ജനറേറ്റ് ചെയ്യാം. വേറെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻകം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഇന്നോവേറ്റീവായിട്ട് പോസിബിലിറ്റി തിങ്കിങ് പാറ്റേൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് വരും. വേറെ ഏത് രീതിയിൽ എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇൻകം സോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കോച്ചിനെ സംബന്ധിച്ചാണെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് 1-to-1 ഉണ്ട്, 1-to-many ഉണ്ട്, ദെൻ കോഴ്സസ് ഉണ്ട്. ദെൻ ഇത് ഇപ്പോൾ മെൻറ്ററിങ്ങിലൊക്കെ വരുന്ന കോച്ചുമാർക്ക് ഇത് കൃത്യമായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് കൊടുക്കാറുമുണ്ട്, ലൈഫ് കോച്ചിങ് കഴിഞ്ഞവർ. അതല്ല ഒരു ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും അവർക്കും ഉണ്ട്. അവരുടെ എത്ര ടൈം എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇനി ഒരു 1 hour ഡെയിലി മാറ്റി വയ്ക്കാൻ പറ്റുമോ? 1 hour തീർച്ചയായിട്ടും ഒരു ലിവറേജ് ചെയ്യാം, ഇൻകം സോഴ്സ് ലിവറേജ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ധാരാളം മാർഗങ്ങളാണുള്ളത്. നമ്മൾ അതിനുള്ള മെത്തേഡ്സ് നോക്കാത്തത് കൊണ്ടാണ്, അതിനുവേണ്ടി ചിന്തിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. രണ്ടാമത്തത് പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക. റിയൽ എസ്റ്റേറ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഡിജിറ്റൽ പ്രോഡക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ലേൺ ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ സാധ്യതകളെന്ന് പറയുന്നത് അപാരമായ സാധ്യതകളാണുള്ളത്. ദെൻ ഇൻക്രീസ് യുവർ ഏർണിംഗ് കപ്പാസിറ്റി ബൈ അപ്സ്കില്ലിംഗ് ആൻഡ് വാല്യൂ ക്രിയേഷൻ. നമ്മൾ ഇനി ഇൻകം ഉണ്ടാക്കാനുള്ള അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളെ സ്കിൽസ് കൂട്ടുക. എത്ര വാല്യൂ കൂടുന്നു അതനുസരിച്ചിട്ടാണ് മണി ഈസ് ഈക്വൽ ടു വാല്യൂ. നമ്മൾ കൊടുക്കുന്ന ഏതോ ഒരു പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ കൂട്ടുന്നതനുസരിച്ച് മണി കൂടുതൽ വരും. അപ്പോൾ മണി ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഈസ് സൂപ്പർ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വാല്യൂ കൂട്ടുക. അതിനെ നമുക്ക് അതായത് അതിൻ്റെ നമ്മളുടെ കോമ്പിറ്റൻസി കൂട്ടുക. നമ്മളോടൊത്ത് മത്സരിക്കാൻ ആർക്കും പറ്റാത്തവണ്ണം നമ്മളുടെ ക്വാളിറ്റി കൂട്ടുക, പ്രോഡക്റ്റ് ഓർ സർവീസ് ഏതിലാണെങ്കിലും. അതിനു വേണ്ടി നമ്മുടെ കപ്പാസിറ്റി കൂട്ടുക, അതൊരു ടെക്നിക്കാണ്. അപ്സ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് അതിനെ സഹായിക്കുന്ന ആരാണെന്ന് നോക്കുക, അവരെ കണ്ടുപിടിക്കുക, എന്നിട്ട് കുറച്ചുകൂടെ എന്തായാലും ചെയ്യുന്നു ദ ബെസ്റ്റായി മാറുക. There is no average, below average and the best. excellent എന്ന് പറയുന്ന ഒരു സംഭവമേ ഉള്ളൂ. അവിടെ നമുക്ക് രക്ഷയുള്ളൂ ഇനി. അല്ലാതെ ആവറേജ് എന്നൊന്നും പറയുന്ന സാധനം ഗുഡ് ഇല്ല. ഗുഡ് ഈസ് ഈക്വൽ ടു ബാഡ്. അപ്പം എക്സലൻസിലേക്ക് നമ്മൾ എത്തണം. അത് നിങ്ങളെ ഫിനാൻഷ്യൽ ഫ്രീഡം തരാൻ സഹായിക്കും. സത്യം പറഞ്ഞാൽ ആ മെത്തേഡാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഐ ആം റെഡി ടു ഇൻവെസ്റ്റ് ഇൻ മൈ സെൽഫ്. കുറേ കാലമായിട്ട് ഞാൻ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏണിങ് ചെയ്യണമെങ്കിൽ ലേണിങ് ചെയ്യണം. ലേണേഴ്സ് ആർ ഏണേഴ്സ്. ഒരു സ്കില്ല് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ആ സ്കില്ല് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ആ സ്കില്ലിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മണി. ഇപ്പോൾ സെയിൽസ് ഒരു സ്കില്ലാണ്, മാർക്കറ്റിംഗ് വേറൊരു സ്കില്ലാണ്, നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നത് വേറൊരു സ്കില്ലാണ്, അതിനെ ഏറ്റവും പ്രീമിയം ആക്കുന്നത് വേറൊരു സ്കില്ലാണ്. അതിൻ്റെ നോളജും സ്കില്ലും നിങ്ങൾക്ക് ഉണ്ടാകണം. അത് പഠിക്കുന്നത് അത് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനുള്ള നല്ലൊരു വഴിയാണ്. ദെൻ ഫോക്കസ് ഓൺ പ്രോബ്ലം സോൾവിങ് ആൻഡ് സർവീസ് ബേസ്ഡ് വെൽത്ത് ജനറേഷൻ. നമ്മൾ
ഈ എത്ര വലിയൊരു പ്രോബ്ലം ആണോ നിങ്ങൾ സോൾവ് ചെയ്യുന്നത്, അത്രയും കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എത്ര വലുതാണെന്ന് നോക്കുക. ഒരു വലിയ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റും. അതൊക്കെയാണ് ആമസോണിൻ്റെ ഒക്കെ സീക്രട്ട്. അതാണ് ഫിനാൻഷ്യലി അത്രയും അത്രയും റിച്ച് ആകാൻ സാധിച്ചത് ഒരുപാട് പേരുടെ സൊല്യൂഷനാണ്. ഓയോ റൂംസ്, ഒരുപാട് പേര് ഒലേ, ഇതൊക്കെ ഒരുപാട് പേരുടെ പ്രോബ്ലം ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സർവീസിലും അത് തന്നെ, ദ ബെസ്റ്റ് സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്നൊരു സർവീസ് ആണെങ്കിൽ ദ ബെസ്റ്റ് കൊടുക്കാൻ കഴിയണം. ആ സർവീസ് കൊണ്ട് അവരുടെ ലൈഫ് ചേഞ്ചിങ് സംഭവമായിരിക്കും കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ കോച്ചാകട്ടെ, അല്ലെങ്കിൽ ടീച്ചറാകട്ടെ, അല്ലെങ്കിൽ കൗൺസിലർ ആകട്ടെ, ഈ കൊടുക്കുന്ന പ്രോഡക്റ്റ് യുണീക്കായിരിക്കണം. അതിന് ഡെയിലി അതിനെ പോളിഷ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻകം ഓപ്റ്റിമൈസേഷൻ പ്രോസസ്സാണ്. അടുത്തത് 4ാമത്തെ സ്റ്റേജ്, സ്മാർട്ട് മണി മാനേജ്മെൻറ്റ്. അല്ല, പിന്നെ യെസ്, സ്മാർട്ട് മണി മാനേജ്മെൻറ്റ്. എങ്ങനെ അത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്ന അടുത്ത സ്റ്റേജാണ്. പ്രാക്ടിക്കൽ ബഡ്ജറ്റിംഗ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് 50:30:20. ഇതൊരു കസ്റ്റം പ്ലാനാണ്. അതായത് ആദ്യം 50% ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, സത്യം പറഞ്ഞാൽ ആദ്യം സേവ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്, സ്പെൻഡ് ലേറ്റർ. പിന്നെ അത് ആദ്യം സേവ് ചെയ്യണം, പിന്നെ സ്പെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം 50% നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ എടുക്കുക, 30 നിങ്ങൾക്ക് പിന്നെ അതായത് സേവ് ചെയ്യുക, 20 കോൺട്രിബ്യൂഷൻ. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അത് നിങ്ങളുടേതായ ഒരു കസ്റ്റമൈസ്ഡ് ടൈലർ മെയ്ഡ് ഒരു വേർഷൻ എടുക്കാം, നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻകം സ്റ്റാറ്റസ് അനുസരിച്ച്. ഒരു ബഡ്ജറ്റിംഗ് അത്യാവശ്യമാണ്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമേ എനർജി പോവുകയുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അത്യാവശ്യമാണ് ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ്, പ്രാക്ടിക്കൽ ബഡ്ജറ്റിംഗ് സിസ്റ്റം നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം 100 രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 100 രൂപ ഇടണം, എന്നാലേ അത് ഗ്രോ ചെയ്യുള്ളൂ. 100 രൂപ മതി. ഇപ്പം താഴെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി നിങ്ങൾക്ക് 10 ലക്ഷം സേവ് ചെയ്യാൻ പറ്റും, ചെയ്യണം. അല്ലെങ്കിൽ 100 രൂപയേ ഉള്ളൂ, 10 രൂപയെ നിങ്ങൾക്ക് ഒരു മാസം, പക്ഷെ അത് ചെയ്താലേ ഗ്രോ ചെയ്യുള്ളൂ. അവിടെ ഒരു സ്പേസ് അവിടെ വരികയാണ്. ആ സ്പേസ് അവിടെ ഒരു സാധ്യത, പോസിബിലിറ്റി വരികയാണ്. ആ പോസിബിലിറ്റി വരും, അവിടെ നമ്മുടെ ഫോക്കസ് വരും, അവിടെ എനർജി ഉണ്ടാവും, അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. സോ ഇൻവെസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി. എപ്പോഴും നമുക്കൊരു എമർജൻസി ഫണ്ട് കരുതി വെക്കണം. ഒരു 6 മാസത്തെ എക്സ്പെൻസ് എപ്പോഴും എമർജൻസി ഫണ്ടായിട്ട് കരുതി വെക്കണം നമ്മൾ. അത് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെങ്കിൽ ആ ഫ്രീഡത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. 6 മാസത്തേക്ക് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. കരുതൽ ധനം എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമ്മുടെ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള, എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ആക്ഷൻസ് നമ്മളിൽ നിന്നുണ്ടാകണം. അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെക്കണം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്താൽ തന്നെ അതിനുള്ള വഴികൾ വരും. പലപ്പോഴും പലരുടെയും കടങ്ങളെന്ന് പറയുന്നത് കിടക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ എങ്ങനെ അത് കൊടുക്കണം എന്നുള്ളൊരു തോട്ട് പോലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഫസ്റ്റ് ചിന്തകളില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നില്ല. ആദ്യം നമ്മുടെ ഉള്ളിലത് ഉണ്ടാക്കണം. ഉണ്ടാക്കാത്തതൊന്നും പുറത്ത് വരില്ല. എങ്ങനെ അതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും, എങ്ങനെ എനിക്കതിനെ ഏറ്റവും പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇതിന് വേണ്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ടൊരു കോഗ്നിറ്റീവ് ടൈം ഡെയിലി ഒരു 15 മിനിറ്റ് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. 15 മിനിറ്റ്സ്, 15 തിങ്കിറ്റേഷൻ. നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നവരത് കേട്ടിട്ടുണ്ടാവും. 15 മിനിറ്റ് നിങ്ങൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അടുത്ത സ്റ്റേജ്, ഗ്രോ ആൻഡ് പ്രൊട്ടക്റ്റ് വെൽത്ത്. മണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എങ്ങനെ
ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ഉണ്ടാക്കാം. വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും ആ വെൽത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സോഴ്സാണ്. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, അതുപോലെ റിട്ടയർമെൻറ്റ് ഫണ്ട്സ്, ഇങ്ങനെ പല പല ഫണ്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുക. അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യ കാലങ്ങളിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ലേണിംഗ് ഇതൊന്നും എനിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. എന്ന് ഞാൻ എൻ്റെ മണിയുമായിട്ടുള്ള കോൺസെപ്റ്റ് മാറിയോ, എന്ന് ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ, അവിടെയൊക്കെ ഇതിനൊക്കെയുള്ളൊരു സ്പേസ് അറിയാതെ പ്രപഞ്ചം എനിക്ക് അലോക്കേറ്റ് ചെയ്ത് തരാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യമാണ്. ഞാനൊരു ഫിനാൻഷ്യൽ പേഴ്സണേ ആയിരുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ ഇത് ആർക്കോ വേണ്ടിയുള്ള സബ്ജക്റ്റ് പോലെ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അതൊക്കെ മാറിയതിന് ശേഷമാണ് ഇവിടെയൊക്കെ എനിക്കുള്ള റൈറ്റ് ഉണ്ട്, എനിക്കിതിനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. എത്ര ചെറുതാണെങ്കിലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് തുടങ്ങിയ കാലം തൊട്ട് പിന്നെ സേവിങ്സ് വലുതായി 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 വരുന്നു. ഗ്രോ ചെയ്യാൻ തുടങ്ങണമെങ്കിൽ അതിന് സ്പേസ്, മൈൻഡിൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നു, നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവന്ന് ചെറുതായിട്ടെങ്കിലും തുടങ്ങാം. ഇൻഷുറൻസ്, ഹെൽത്ത്, ലൈഫ് ഇൻഷുറൻസ്, അസറ്റ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ്, ഇതെല്ലാം നമ്മളിലേക്ക് വരും പിന്നീട്. ഫ്യൂച്ചർ ജനറേഷൻ പ്ലാനിങ്, എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ. എപ്പോഴും നമ്മൾ വെൽത്ത് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, റിവ്യൂ ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് ബിൽറ്റ് ഓൺ കോൺഷ്യസ് ക്ലാരിറ്റി, നോട്ട് ലക്ക്. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കുന്നത് ബോധപൂർവമായ ക്ലാരിറ്റിയിൽ നിന്നാണ്, ഭാഗ്യത്തിലല്ല. ഒരിക്കലും ഭാഗ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ആ ഒരു കാര്യത്തിൽ ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ഷിഫ്റ്റ് ഫസ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ടാകണം, പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ, ആക്ഷൻസിലുണ്ടാകണം. ഫസ്റ്റ് നമ്മളെ മൈൻഡിൽ ഇത് കൊണ്ടുവരിക, ദെൻ ഒരു ഹാബിറ്റാക്കി മാറ്റുക. ഈ സേവിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇത് ഒരു കോമ്പൗണ്ട് ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഫ്രീഡത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കോമ്പൗണ്ട് ഇഫക്റ്റ് ഉണ്ടാക്കും. 100 രൂപ സ്റ്റാർട്ട് ചെയ്യുക, അത് ഒരു കോമ്പൗണ്ട് ഇഫക്റ്റായിട്ട് നമുക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടായിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ പ്രപഞ്ചത്തിലേക്ക് ആ ഇൻറ്റൻഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും എല്ലാം നമ്മളിലേക്ക് റീച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയില്ല. ദ പ്രോസസ് ഈസ് വെരി ഈസി. നമ്മളാണ് അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ആൻഡ് conscious learning and aligned action is very much important for financial freedom. Conscious learning and aligned action also very important. Emotional alignment and abundance energy, ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു എന്താ പറയണ്ട, ഒരു ജെല്ലിംഗ് ആണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ പറ്റുക. ഇമോഷണൽ അലൈൻമെൻറ്റ് വേണം, അബണ്ടൻസ് എനർജി വേണം. ഇത് രണ്ടും വേണം. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് ദ ബെസ്റ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നൊരു ജേർണിയിലേക്ക് നമ്മൾ എത്തുക. ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡമിൻ്റെ ബേസിക് ഇത്രയും കാര്യങ്ങൾ ഇന്ന് അറിയുക. അടുത്ത കോഴ്സുകളിലേക്ക് ഇതിൻ്റെ അഡ്വാൻസ്, ഇതിൻ്റെ ഓരോ മൈന്യൂട്ട് ക്ലാരിറ്റി ഈസ് ദ DNA ഫോർ സക്സസ്. ഏതൊരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണോ അതിലേക്ക് 100% ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ആദ്യത്തെ വാതിൽ നമ്മൾ തുറന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പതുക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എല്ലാവർക്കും ഈ സെഷൻ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടണം. കാരണം ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ഫിനാൻസ്, എസ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസിനെ കുറിച്ച് പറയുന്നത്, കേൾക്കുന്നത്, അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര രസകരമായിട്ട് തോന്നത്തില്ല. കാരണം മസ്കുലിൻ എനർജി ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഒരു സത്യമാണ്. മണിയിലൊരു മസ്കുലിൻ എനർജി ഉണ്ട്. പക്ഷേ അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫെമിനിൻ സൈഡും കൂടെ ഉണ്ടാവുമ്പോഴാണ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മണിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുക, സ്നേഹിച്ച് തുടങ്ങുക.
ഏപ്രിൽ 12 പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ ഒരാളുമായിട്ട് പ്രണയത്തിലാവും. പിന്നെ പ്രപഞ്ച ശക്തിക്ക് പോലും നിങ്ങൾക്ക് അയാളെ പിരിച്ചു മാറ്റാൻ പറ്റാത്തവണ്ണം ഒരു ഭയങ്കര പ്രണയത്തിലേക്ക് നിങ്ങൾ എത്തും. അത് നിങ്ങൾ മണിയുമായിട്ടായിരിക്കും. ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് എൻ്റെ ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് മാത്രം എക്സ്പെൻസ് മാത്രം കൊടുത്താൽ മതിയാവും. എൻ്റെ ഏതെങ്കിലും ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള നിങ്ങൾക്ക് ലൈഫ് കോച്ചുമാർക്കൊക്കെ ജസ്റ്റ് 3000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ളവർക്ക് ഫീസ് വേറെയാണ്. മാരിയോട്ടിലാണ് പ്രോഗ്രാം. 10 മുതൽ 5 മണി വരെയാണ് പ്രോഗ്രാം. ഏപ്രിൽ 12-നാണ്. ഒള്ളി എക്സ്പെൻസ് യു ക്യാൻ ഫീൽ ദ എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്കത് ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാവരെയും കാണാം. ആ എനർജി, ആ വൈബ്രേഷനിലേക്ക് നിങ്ങൾക്ക് കൂടുതലൊരു എനർജി ടേക്ക് അവേ എടുത്തുകൊണ്ട് പോകാം. നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണാലിറ്റി റിന്യൂ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. മോർ ഓവർ നമുക്ക് എല്ലാവർക്കും പരസ്പരം കാണാം. കാണുമെന്ന് നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ കുറേ പേരുണ്ട് ഇതിനകത്ത്. അപ്പോൾ താല്പര്യമുള്ളവർ അംബികയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. 5-ന് മുന്നേ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കണം. പുറത്തുനിന്നുള്ളവരുണ്ട്. 30 പേര് മാത്രമേ പ്രവേശനം ഉള്ളൂ. അങ്ങനെയാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ഒൺലി 30. എത്ര പേരെ എടുക്കുന്നുള്ളൂ. കാരണം ഇത് കഴിഞ്ഞ് അത് ഞാൻ ബോധപൂർവമാണ് അത്ര പേരെ ആക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് പേരെ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. കാരണം ആദ്യം അതായത് നമ്മൾ എൻ്റെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കോച്ചുമാർ കണ്ടിട്ടില്ലാത്തവർ, പുതിയ ബാച്ചിലെ ലൈഫ് കോച്ചുമാരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരെ കാണുക എന്നുള്ളൊരു ഇൻറ്റൻഷനായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ എന്തായാലും കുറച്ച് പേര് വരുന്നുണ്ടല്ലോ, ഒരു 10-15 പേര് പുറത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ കുറേ പേര് റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ എത്രയും വേഗം ബുക്ക് ചെയ്യുക, നേരിൽ കാണാം. അപ്പോൾ നമുക്ക് എനർജി സേവ് ചെയ്യുക, ഈ കാര്യങ്ങളെ സ്നേഹിക്കുക, പഠിക്കുക. താങ്ക് യു സോ മച്ച്. വിൽ സി യു നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ബൈ. Thank you. Thank you, ma'am. താങ്ക് Thank യു you so Thank you, much. ma'am. Love you all. so much. Thank Thank you. you. Love you. Love you. Love you too. Bye. Thank you. Thank you, ma'am. Thank you. Thank you.